എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് ആന ഇണങ്ങാത്തത്? ഒരുപാട് കാലമായില്ലേ ആന മനുഷ്യനൊപ്പം കൂടിയിട്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇണങ്ങുന്നില്ല? ആന മനുഷ്യനോടൊപ്പം കൂടിയെന്ന് പറയുമ്പോൾ എല്ലാ ആനകളും കൂടിയിട്ടില്ല. പിന്നെ കൂടിയ ആനകളുടെ മനുഷ്യൻ ഇണങ്ങാൻ തുടങ്ങിയ കൂടിയ ആനകളുടെ ഇപ്പൊ എന്താണ് ഈ ആനകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഏതൊരു വളർത്തു മൃഗത്തിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന ഒരു വന്യമൃഗമാണ്, ഉറപ്പാണല്ലോ. ഈ ടൈമിനെസ് എന്ന് പറയുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീനുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ജനറ്റിക് റീസൺ ഉണ്ടാവും. ആ ജീൻ അരിച്ചെടുക്കണം. അതാണ് നമ്മൾ ഈ ചെന്നായിൽ നിന്ന് നായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മുന്നിൽ ഭക്ഷണത്തിന് വരികയും നമ്മളോട് അടുത്ത് വരികയും നമ്മളെ തൊട്ട് നിൽക്കുകയും നമ്മളുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന പ്ലേഫുൾനെസ്, ടൈമിനെസ്, ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് ഉള്ള ഒരു വൺ പോപ്പുലേഷൻ ഓഫ് ചെന്നായ്ക്കളിൽ കുറേ നായ്ക്കൾ ഉണ്ടാവും. ആ നായ്ക്കളാണ് നമ്മളോട് കൂടി. ആ നായ്ക്കളെ ബ്രീഡ് ചെയ്താണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ഈ ലാബ്രഡോ, എന്താ പറയുക, പോമറേനിയനൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് നമ്മൾ. അപ്പൊ നമ്മളത് അറിയാതെ ഇങ്ങനെ അരിച്ചരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഈ ബ്രീഡിങ് വഴി ശരിക്കും നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അനുകൂലമായ സ്വഭാവ സവിശേഷതകളുള്ള ജീനുകളുള്ള ഇനത്തെ നമ്മൾ വേർതിരിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ആ രീതിയിലൊരു കാര്യം നമ്മൾ ആനയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് എൻ്റെ ഒരു അതായത് ആനയെ പിടിക്കുന്നു, ചെയ്യുന്നു എന്നല്ലാതെ ഈ ആനകളിൽ നമ്മൾ ബ്രീഡിങ് അങ്ങനെ നടത്താറുണ്ടോ? ആനകളിൽ ബ്രീഡിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ മെരുക്കമുള്ള അല്ലെങ്കിൽ സമാധാനപ്രിയരായിട്ടുള്ള ആനകൾ അങ്ങനെയൊക്കെ അങ്ങനെ നൂറ്റാണ്ടുകളോളം ഇങ്ങനെ അരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വന്യതകൾ നഷ്ടപ്പെടും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആനയ്ക്ക് ഇണങ്ങാനും ഓർക്കാനും സ്നേഹിക്കാനും ഒരു കഴിവുണ്ടെങ്കിൽ അതേസമയം അതിനകത്തൊരു വന്യതയുണ്ട്. അല്ലെ, കാട് തലയിൽ പേറുന്ന ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനെ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആനയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതർവൈസ് ദർസ് നോ ചാൻസ്. ഐ തിങ്ക് ബ്രീഡിങ് എത്രമാത്രം ആനയിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ സാധാരണ പണ്ട് ആനകളെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാട്ടിൽ പോയിട്ട് ഈ പല്ലാങ്കുഴി എന്നാണ് പറയുന്നത്, ഒരു കുഴി ഉണ്ടാക്കി അതിനകത്ത് ആനയെ കെണിയിൽ വീഴ്ത്തിയിട്ട് ആ ആനയെ അവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പൊ ജനറ്റിക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു കാടാണ്. മനസ്സിലായോ?